പ്രോഗ്രാം നോളജ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സി പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വൈൽ ലൂപ്പുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഇതിന് ശേഷം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡു വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പിനെ പോലെ തന്നെയാണ് ഡു വൈൽ ലൂപ്പും. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡു വൈൽ ലൂപ്പും വൈൽ ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസും അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ സാധാരണ ചെയ്യുന്ന പോലെ ഡു വൈൽ ലൂപ്പിൻ്റെ സ്ട്രക്ചർ പറഞ്ഞത്. അതായത് ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്, ഇൻറ്റിജർ സം വാല്യൂസ് ഓഫ് ഇൻറ്റിജർ ഒരു വാല്യൂ ഇൻറ്റിജർ ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഡു വൈൽ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊരു കീവേഡ് കൊടുക്കണം, അതായത് ഡു എന്ന് പറയുന്ന കീവേഡ്. അതായത് സി പ്രോഗ്രാമിനോട് നമ്മൾ പറയുകയാണ് ഡു എന്ന് പറയുന്നത് ചെയ്യാൻ. ഡു അതിനുശേഷം ബ്രാക്കറ്റ് ഇടുക. അതിലാണ് നമ്മൾ എന്താണ് ഡു ചെയ്യേണ്ടത്. സി പ്രോഗ്രാമിനോട് പറയുകയാണ് നമ്മൾ ഇന്നത് ചെയ്യണമെന്ന് പറയല്ലേ, എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളുടെ ഈ പ്രിൻ്റ് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പോകണം. അപ്പോൾ അവിടെ ഞാൻ കൊടുക്കുകയാണ് മൈ വാല്യൂ ഓഫ് ഐ ഈസ് percentage value of I is percentage d because it's an integer. It's percentage d /n അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു ലൈനിലായി പോകും. /n കോമ എൻ്റെ വാല്യൂ എന്താ ഐ ആണ്. എൻ്റെ വാല്യൂ ഐ ഞാനിവിടെ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇൻക്രിമെൻറ്റ്, അതായത് ഐൻ്റെ വാല്യൂ എത്ര വെച്ചാണ് കൂടേണ്ടത് അത് കൊടുക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയൊരു പോയിൻ്റ് ഉണ്ട്. അതായത് ഐ ഈസ് ഈക്വൽ ടു നമ്മൾ കൊടുക്കുന്നത് എങ്ങനെ സാധാരണ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്ത് ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1. ഐ പ്ലസ് 1 എന്നല്ലേ ഐ പ്ലസ് 1 ഇങ്ങനെയാണ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് പകരം നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് വെച്ചാൽ ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് പ്ലസ്, അതായത് ഞാനൊരു കമൻറ്റ് ചെയ്യാണ്, ഐ പ്ലസ് പ്ലസ് ഇങ്ങനെ പറഞ്ഞാലും ഇങ്ങനെ ഐ പ്ലസ് പ്ലസിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1, അതായത് രണ്ടും സെയിം മീനിങ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത് രണ്ടും വേണമെങ്കിൽ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യിക്കുമ്പോൾ രണ്ടും വേണമെങ്കിൽ ഡിഫറെൻറ്റ് ടൈമിൽ ഓരോന്നും വേണമെങ്കിൽ റൺ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ വീഡിയോയിൽ മറന്നുപോയതായിരുന്നു. ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1 പകരം നമുക്ക് ഐ പ്ലസ് പ്ലസ് എന്ന് പറയുന്ന രീതിയിൽ വേണമെങ്കിൽ ഇൻക്രിമെൻറ്റ് യൂസ് ചെയ്യാം. ഇവിടെ ഞാനിത് തൽക്കാലത്ത് ക്ലോസ് ചെയ്യാണ്, കാരണം നല്ല പ്രോഗ്രാമിംഗ് കാണാൻ ഒരു നീറ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി ഇപ്പം നമ്മൾ ഡു എന്ന് പറയുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രോഗ്രാമിനോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ വൈൽ ലൂപ്പ് എൻ്റർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ ബ്രാക്കറ്റിൻ്റെ അടിയിൽ നമ്മൾ വൈൽ, സാധാരണ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ വൈൽ എന്ന് നമ്മൾ കൊടുക്കുന്നു. അവിടെ പിന്നെ അതിന് ശേഷം കണ്ടീഷൻ എന്തായിരുന്നു, കണ്ടീഷൻ എന്തും കൊടുക്കാം. ഐൻ്റെ വാല്യൂ 1 അല്ല അടിച്ച് ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഓർ ഈക്വൽ ടു 10. അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇതിന് സാധാ വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഈ വൈൽ ലൂപ്പിന് ശേഷം ഒരു സെമിക്കോളൻ ഉണ്ടാവും. ഞാനിതൊന്ന് ജസ്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ ഇറേഴ്സ് ഒന്നും കാണുന്നില്ല. മൈ വാല്യൂ ഓഫ് ഐ ഈസ് 0. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലും സെയിം വാല്യൂ തന്നെ വന്നിട്ടുണ്ടാകുക. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും ഈ ഡു വൈൽ ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വൈൽ ലൂപ്പും കൂടി ചേർക്കുകയാണ്. വൈൽ ലൂപ്പ് ചേർക്കുമ്പോൾ അതിന് മുന്നേ ഞാൻ പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുത്ത്, കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എല്ലാം കൂടി ഒറ്റ ലൈനപ്പ് നമുക്ക് മനസ്സിലാവില്ല ഏതാണ് വൈൽ ലൂപ്പ് ഏതാണ് ഡു വൈൽ ലൂപ്പ്. എന്നിട്ട് ഞാനിവിടെ ആസ്ട്രിക്സ് കൊടുക്കുകയാണ് കുറേ. /n here there should be a semicolon. നമ്മൾ സെമിക്കോളൻ കൊടുത്ത്
ഇപ്പോൾ പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന ഒരു വെറുതെ ഇപ്പം നമ്മൾ ബിൽഡ് ചെയ്ത് കഴിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇതെന്ന് പറയുന്ന ഡു വൈൽ ലൂപ്പാണ്. അതിന് ശേഷം അതിനടിയിൽ നമ്മൾ ഒരു സാധാ ലൂപ്പ് കൊടുക്കാൻ പോകണം. സാധാ ലൂപ്പ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഓൾറെഡി ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ട് ഞാനിങ്ങോട്ട് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്യുമ്പോൾ കണ്ടില്ലതാ ഓക്കെ. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഇല്ല. ഇൻറ്റിജർ ഞാനിവിടെ എന്തെങ്കിലും കൊടുത്ത് ഇൻറ്റിജർ ആയിക്കില്ലേ. ഇവിടെ ഇൻറ്റിജർ എ ഈസ് ഈക്വൽ ടു 0 വൈൽ എ ഈസ് ഗ്രേറ്റർ ദാൻ 0 ഐ ഈസ് ഇവിടെ ഞാൻ 10 ആണ് വേണ്ടത്. നമ്മൾ മോള് കൊടുത്ത ഡു വൈൽ ലൂപ്പില്ലേ അതിന് അതേ സെയിം കണ്ടീഷൻസ് തന്നെയാണ് ഞാനിവിടെയും കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നോക്കാം അവിടെ എന്താ ഡിഫറൻസ് ഉണ്ടാകുക. പ്രിൻറ്റ് വാല്യൂ ഓഫ് എ ഈസ് പെർസെൻറ്റേജ് എ ഈസ് ഈക്വൽ ടു a+1. ഓക്കെ, ഞാനിത് ബിൽഡ് ചെയ്ത് കമ്പയർ ചെയ്യുകയും നീ കാണാം രണ്ടും എക്സാക്ട്ലി സെയിം ആണ്. മൈ വാല്യൂ ഓഫ് i ഈസ് 0, മൈ വാല്യൂ ഓഫ് a ഈസ് 0. ഒരു ഡിഫറൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇനി ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ ഉണ്ടോ ഇവിടെ ഡു എന്ന് പറയുന്നു i ഈസ് ഈക്വൽ ടു 0. ഞാനിവിടെ കണ്ടീഷൻസിൽ ചെറിയൊരു മാറ്റം വരുത്താൻ പോവാണ്. സപ്പോസ് ഞാനിവിടെ കൊടുക്കുകയാണ് i ഈസ് ഓൾവേസ് ലെസ് ദാൻ 0, അതായത് ഐ ഒരു നെഗറ്റീവ് വാല്യൂ ആകാൻ പാടുള്ളൂ എന്ന് ഞാൻ നമ്മുടെ ഡു വൈൽ ലൂപ്പ് ഓക്കെ ഇതാണ് ഡു വൈൽ ലൂപ്പ്. ഓക്കെ, ഡു വൈൽ ലൂപ്പിൻ്റെ വൈലിലത്തെ കണ്ടീഷൻ ഞാൻ ചേഞ്ച് ചെയ്ത് അതുപോലെ തന്നെ സാധാ വൈൽ ലൂപ്പിലും ഞാനിവിടെ കണ്ടീഷൻ ചേഞ്ച് ചെയ്യണം. നമ്മളെന്തേലും പറഞ്ഞേ എ ഷുഡ് ബി ലെസ് ദാൻ 0, ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കണം. ഓക്കെ, ഇനി ഞാനിത് കമ്പൈൽ ചെയ്ത് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ മൈ വാല്യൂ ഓഫ് i ഈസ് 0, അതായത് ഇവിടെ ഫസ്റ്റത്തെ അതായത് ഡു വൈൽ ലൂപ്പിൽ മൈ വാല്യൂ ഓഫ് i ഈസ് 0 എന്ന് വരുന്നത്. പക്ഷേങ്കിൽ അതേ ടൈമിൽ വൈൽ ലൂപ്പിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ ഡു വൈൽ ലൂപ്പ് എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞു സി പ്രോഗ്രാമിനോട്. അപ്പോൾ സി പ്രോഗ്രാം ആദ്യം തന്നെ എന്ത് ചെയ്യും, പ്രിൻ്റ് എഫ് മൈ വാല്യൂ ഓഫ് i ഈസ് %d i എന്ന് പറയുന്ന ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം വരുന്ന കമാൻഡാണ് i ഈസ് ഈക്വൽ ടു i+1. അപ്പോൾ പിന്നെ ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. പിന്നെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒന്നുകൂടി ഇത് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതേസമയം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു വൈൽ ലൂപ്പിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഈ ഒരൊറ്റ പ്രോഗ്രാമിലൂടെ തന്നെ നിങ്ങൾക്ക് ഡു വൈൽ ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.